നമസ്കാരം. പിറക്കാനിരിക്കുന്ന കുട്ടിക്ക് വിൽപ്പത്രം വഴി സ്വത്ത് നൽകാമോ? അല്ലെങ്കിൽ ഇഷ്ടദാനം വഴി സ്വത്ത് നൽകാനാകുമോ? അങ്ങനെ കൈമാറിയ സ്വത്ത് നമുക്ക് പിന്നീട് വാങ്ങാമോ? ആദ്യമേ പറയട്ടെ, പിറക്കാനിരിക്കുന്ന കുട്ടിക്ക് വിൽപ്പത്രം വഴി സ്വത്ത് നൽകാം എന്നാണ് നിയമം പറയുന്നത്. എന്നിരുന്നാലും അങ്ങനെ ജനിച്ചിട്ടില്ലാത്ത കുട്ടിക്ക് സ്വത്ത് നൽകുന്നതിന് കൃത്യമായ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടതുണ്ട്. അത് സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് മാറി വരും. അതിനെക്കുറിച്ചാണ് ലീഗൽ പ്രിസം ഇന്ന് പരിശോധിക്കുന്നത്. അതോടൊപ്പം പിറക്കാനിരിക്കുന്ന കുട്ടിക്ക് സ്വത്ത് എഴുതി വയ്ക്കുന്ന ഇഷ്ടദാനത്തെക്കുറിച്ചുമൊക്കെ പറയാം. ആരും പറഞ്ഞു തരാത്ത 15 ലോ പോയിന്റുകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒരു കോടതി കേസും പരിശോധിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് വീഡിയോ തുടർന്ന് കാണാം. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മെയ്ഡ് ഈസി. പിറക്കാനിരിക്കുന്ന കുട്ടിയെ പറയുന്നത് അൺബോൺ ചൈൽഡ് എന്നാണ്. നിയമത്തിൽ പറയുന്നത് നാസിറ്ററസ് എന്നാണ്. നാസിറ്ററസ് പ്രോയിം നാറ്റോ ഹെബിറ്റർ കോഷ്യസ് ഡി കമോഡിസ് എജസ് അജറ്റർ എന്ന് വെച്ചാൽ ദ അൺബോൺ ഈസ് ഡീംഡ് ടു ഹാവ് ബീൻ ബോൺ ടു ദ എക്സ്റ്റെൻഡ് ദാറ്റ് ഇറ്റ്സ് ഓൺ ബെനിഫിറ്റ്സ് ആർ കൺസേൺഡ്. പിറക്കാനിരിക്കുന്ന കുട്ടിക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് ജനിച്ചതായി തന്നെ നിയമം കണക്കാക്കണം എന്ന്. അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞിൻ്റെ കാര്യത്തിലാണ് ഇത്. എന്നാൽ ആ കുഞ്ഞ് ഭാവിയിൽ പിറക്കാനോ പിറക്കാതിരിക്കാനോ സാധ്യതയുണ്ട്. അവിടെ സാധ്യതയെ അടിസ്ഥാനമാക്കിയാണ് ഭൂമി കൈമാറ്റം സംഭവിക്കുന്നത്. എന്നൊരാൾ തൻ്റെ വസ്തുവകകൾ അയാളുടെ മകളുടെ വിവാഹശേഷം അവളുടെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി വിൽപ്പത്രം എഴുതുന്നു എന്ന് കരുതുക. അവിടെ മകളുടെ വിവാഹം പോലും നടന്നിട്ടില്ല. എന്നിരുന്നാലും ഭാവിയിൽ ജനിച്ചേക്കാവുന്ന കുഞ്ഞുങ്ങൾക്കായി വിൽപ്പത്രം എഴുതുകയാണ്. അവിടെ മകൾ വിവാഹം കഴിക്കണം, ആ വിവാഹ ബന്ധത്തിൽ ഒരു കുഞ്ഞ് ജനിക്കണം എന്ന 2 കാര്യങ്ങൾ സംഭവിക്കണം. എങ്കിൽ മാത്രമേ ആ വസ്തു കൈമാറ്റം പൂർണ്ണമാകൂ. ഈ പറഞ്ഞ രീതിയിൽ ഭൂമി കൈമാറ്റം ചെയ്യാവുന്നതാണ്. വസ്തുതകൾ വ്യക്തത വരുത്തി എഴുതണമെന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ ഭാവിയിൽ ആ ഭൂമിയുടെ അവകാശി ജനിച്ചില്ലെങ്കിൽ ആ പ്രോപ്പർട്ടി ആർക്ക് എങ്ങനെ ലഭിക്കും എന്ന് വ്യക്തമാക്കണം. അതുപോലെ ആ പ്രോപ്പർട്ടി കുഞ്ഞ് ജനിക്കുന്നതുവരെ ആര് പരിപാലിക്കണം, കുഞ്ഞിന് പ്രായപൂർത്തിയാകുന്നതുവരെ ആര് പരിപാലിക്കണം എന്നൊക്കെ പറയേണ്ടി വരും. ജനിക്കാനിരിക്കുന്ന കുട്ടിക്ക് വിൽപ്പത്രമായി പ്രോപ്പർട്ടി നൽകാം എന്ന് പറഞ്ഞല്ലോ. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, വിൽപ്പത്രം എഴുതുന്നയാൾക്ക് അപ്രകാരം ഒരു വിൽപ്പത്രം എഴുതാനുള്ള അധികാരം ഉണ്ടായിരിക്കണം എന്നതാണ്. ഇസ്ലാം മതത്തിൽപ്പെട്ടവർക്ക് വിൽപ്പത്രം എഴുതുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. അവർക്ക് ജനിക്കാനിരിക്കുന്ന കുട്ടിക്ക് വിൽപ്പത്രമായി പ്രോപ്പർട്ടി നൽകാൻ കഴിയില്ല. അവർക്ക് വഖഫായി പ്രോപ്പർട്ടി കൈമാറാം എന്നാണ് മുസ്ലിം ലോ പറയുന്നത്. അതുപോലെ പ്രായപൂർത്തിയായിട്ടില്ലാത്തവർക്കും ചിത്തഭ്രമമുള്ളവർക്കും നിയമത്തിൻ്റെ പ്രവർത്തനം വഴി വിൽപ്പത്രം എഴുതുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. അവർക്ക് ടെസ്റ്റാമെൻ്ററി ഫ്രീഡം അനുവദിച്ചിട്ടില്ല. അൺബോൺ ചൈൽഡിനെ കുട്ടിയായി കണക്കാക്കുമെങ്കിലും അതും ചില വ്യവസ്ഥകളോടെ മാത്രമാണ് അതിനെ വ്യക്തിയായി കണക്കാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്ന് പറയുന്നത് ബോൺ എലൈവ് ആണ്. കുട്ടി ജീവനോടെ ജനിക്കണം. എങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് വ്യക്തി എന്ന നിലയിലുള്ള അവകാശങ്ങൾ ആബ്സല്യൂട്ടായി ലഭിച്ചു തുടങ്ങും. എന്നുവെച്ചാൽ ഗർഭസ്ഥ ശിശുവിന് അവകാശങ്ങളില്ലെന്നല്ല, സിവിൽ അവകാശങ്ങൾ ഡീംഡ് ആയിരിക്കും. പിറക്കാനിരിക്കുന്ന കുഞ്ഞിന് ലഭിക്കേണ്ടതായ അവകാശങ്ങൾ അവിടെ ഉള്ളതായി കണക്കാക്കുമെന്ന്. ഇവിടെ പിറക്കാനിരിക്കുന്ന കുഞ്ഞിന് നൽകുന്ന ഗിഫ്റ്റ് ഒരു കണ്ടീജൻ്റ് ഗിഫ്റ്റാണ്. കണ്ടീജൻ്റ് എന്ന് പറയുമ്പോൾ ഭാവിയിൽ സംഭവിക്കാവുന്ന ഒരു ഈവൻറ്റിനെ അടിസ്ഥാനമാക്കി നടപ്പിൽ വരാവുന്ന ഒരു വസ്തു കൈമാറ്റം. ഇവിടെ കുഞ്ഞ് ജീവനോടെ ജനിക്കണം. അങ്ങനെ ജനിച്ച കുഞ്ഞ് വിൽപ്പത്രം എഴുതി വെച്ചയാളെ സർവൈവ് ചെയ്യണം. സർവൈവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വിൽപ്പത്രം എഴുതിയ ആളുടെ ജീവിതകാലത്ത് വിൽപ്പത്രം വഴി സ്വത്ത് ലഭിച്ച കുഞ്ഞ് ജീവിച്ചിരിക്കണം. വിൽപ്പത്രം എഴുതിയ ആൾക്ക് മുന്നേ മരണപ്പെട്ടു പോകാനും പാടില്ല. അങ്ങനെ മരണപ്പെട്ടു പോയാൽ ആ വിൽപ്പത്രം അസാധുവായി പോകും. വീണ്ടും ഒരു പ്രശ്നമുണ്ട്. കുഞ്ഞ് ജീവനോട് ജനിച്ചാലും 18 വയസ്സ് പൂർത്തിയാകാതെ പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യാനാകില്ല. അപ്പോൾ അത് പരിഹരിക്കാൻ കുഞ്ഞിന് 18 വയസ്സ് പൂർത്തിയാകുന്നതുവരെ പ്രോപ്പർട്ടി നോക്കി നടത്താൻ ഒരു നോമിനി വേണം. ഇങ്ങനെ നിയമിക്കുന്ന നോമിനിയെ ഗാർഡിയൻ എന്നോ ട്രസ്റ്റി എന്നോ വിളിക്കാം. ഇപ്രകാരം ഒരു ട്രസ്റ്റിയെ കൂടി ചേർത്തുകൊണ്ട് മാത്രമേ നാസിറ്ററസിന് അനുകൂലമായി ഒരു വിൽപ്പത്രം എഴുതാൻ കഴിയൂ. ഈ ട്രസ്റ്റിയുടെ അധികാരങ്ങൾ വിൽപ്പത്രത്തിൽ വ്യക്തമായി പ്രതിപാദിക്കണം. നാസിറ്ററസിൻ്റെ വിദ്യാഭ്യാസം, മെയിൻ്റെനൻസ്,
നിക്ഷേപം തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന കൃത്യമായ വ്യവസ്ഥകൾ ചേർത്തിരിക്കണം. അതുപോലെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന് ലഭിക്കാവുന്ന പ്രോപ്പർട്ടിയിൽ ദോഷം വരുത്തിയതുവഴി ആരെങ്കിലും ഒരു നഷ്ടപരിഹാര തുക നൽകേണ്ടി വന്നാൽ അത് ട്രസ്റ്റിക്ക് ഈടാക്കിയെടുക്കാനാകും. കുഞ്ഞിനു വേണ്ടി കുഞ്ഞ് ജീവനോടെ ജനിച്ചുവെങ്കിൽ മാത്രം. കൂടാതെ അത്തരം വിൽപ്പത്രങ്ങളിൽ ഒരു ഫോൾ ബാക്ക് ക്ലോസും കൂടി ചേർക്കാറുണ്ട്. ഈ വിൽപ്പത്രത്തിലെ ഏതെങ്കിലും വ്യവസ്ഥകൾ ഭാവിയിൽ പ്രാവർത്തികമാക്കാൻ കഴിയാതെ വന്നാൽ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി പ്രതിപാദിക്കുന്നതാണ് ഇത്. നാസിറ്ററസിന് വിൽപ്പത്രം മാത്രമേ എഴുതാൻ കഴിയുകയുള്ളൂ എന്ന് ചോദിച്ചാൽ വിൽപ്പത്രം മാത്രമല്ല, ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന് അനുകൂലമായി രചിക്കപ്പെട്ട ഇഷ്ടദാനം ഇവയൊക്കെ ഇപ്രകാരം പ്രോപ്പർട്ടി കൈമാറ്റത്തിന് പ്രയോജനപ്പെടുത്താം. ഇഷ്ടദാനം എന്ന് പറയുമ്പോൾ ഗിഫ്റ്റ് ഡീഡ്. വിൽപ്പത്രവും ഗിഫ്റ്റും തമ്മിലുള്ള വ്യത്യാസം ഗിഫ്റ്റ് ഡീഡ് എഴുതുമ്പോൾ തന്നെ അത് നിലവിൽ വരും എന്നതാണ്. വിൽപ്പത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് എഴുതിയ ആളുടെ കാലശേഷമേ വിൽപ്പത്രം നിലവിൽ വരൂ എന്നതാണ്. പക്ഷേ ഇഷ്ടദാനം അപ്പോൾ തന്നെ നിലവിൽ വരും. ഇന്ത്യൻ പിന്തുടർച്ചാ നിയമത്തിലെ സെക്ഷൻ 113 പറയുന്നത് ജനിക്കാനിരിക്കുന്ന ഒരാൾക്ക് എഴുതുന്ന ഇഷ്ടദാനം ശരിയായ രീതിയിൽ കൺവേ ചെയ്യപ്പെടുകയാണെങ്കിൽ അത് നിലനിൽക്കുന്നതാണ് എന്നാണ്. ഇത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലെ സെക്ഷൻ 13 സമാനമാണ്. അവിടെ ചില കണ്ടീഷനോട് കൂടിയാണ് ഇത്തരം ഇഷ്ടദാനം സാധുവാണെന്ന് പറയുന്നത്. എല്ലാ പ്രോപ്പർട്ടിക്കും ഉടമസ്ഥൻ ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമാണ്. ഉടമസ്ഥനില്ലാതെ ഒരു പ്രോപ്പർട്ടിയും അനാഥമാക്കിയിടാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ ആ പ്രോപ്പർട്ടിയുടെ നാശമായിരിക്കും ഫലമെന്ന് നിയമം കരുതുന്നു. അതുകൊണ്ട് പ്രോപ്പർട്ടി എപ്പോഴും ആരുടെയെങ്കിലും കൈവശത്തിലും അനുഭവത്തിലും ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. പ്രോപ്പർട്ടി നശിക്കുന്നതിനെ നിയമം വെറുക്കുന്നു എന്ന് വെച്ചാൽ പ്രോപ്പർട്ടി എപ്പോഴും ആരെങ്കിലും കൈവശം വെച്ച് റെൻറ്റും റവന്യൂവും എടുത്തുകൊണ്ടേ ഇരിക്കണം എന്ന്. അതുകൊണ്ടാണ് കൈവശക്കാരനിൽ നിന്നും നികുതി പിരിക്കാമെന്ന് പറയുന്നത്. അങ്ങനെ സ്ഥിരമായി നികുതി നൽകുന്നതിലൂടെ അയാളുടെ കൈവശസ്ഥിതി അന്തിമമായി സ്ഥിരീകരിക്കുകയാണ്. അങ്ങനെയാണ് 12 വർഷത്തിലധികമായി മറ്റാരുടെയെങ്കിലും ഭൂമി കൈവശം വയ്ക്കുന്നവർക്ക് അവകാശം വന്നു ചേരുന്നു എന്ന് പറയുന്നത്. ഡിജിറ്റൽ സർവേയിൽ കൈവശക്കാരന് പോക്കുവരവ് ചെയ്ത് നൽകാം എന്ന ഉത്തരവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഉയർന്നു വന്ന ഒരു അഭിപ്രായം, കൈവശക്കാരുടെ ഭൂമി സംരക്ഷിച്ചു കൊടുക്കേണ്ടത് സർക്കാരല്ലേ, സർക്കാർ തന്നെ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യുമെന്ന്. ഭൂമി കുറവുള്ളവർക്ക് ഭൂമി കൂടുതലുള്ള അടുത്ത വസ്തുക്കളിൽ നിന്നും തിരികെ എടുത്തു കൊടുക്കുകയല്ലേ വേണ്ടതെന്ന്. അതൊന്നും നിയമപരമായി നടക്കുന്ന കാര്യമല്ല. ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച നിയമങ്ങൾ അത്രത്തോളം സങ്കീർണമാണ്. ഭൂമിയുടെ കൈമാറ്റം സംബന്ധിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു പ്രധാന വസ്തുത കൂടി പറയാം. വസ്തുവകകൾ കൈമാറുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാൾ ജീവിച്ചിരിക്കുന്ന മറ്റൊരാൾക്ക് മാത്രമേ കൈമാറാൻ കഴിയൂ. ഇത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലെ സെക്ഷൻ 5 വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന് ഭൂമി കൈമാറുന്നതിന് ഇതൊരു തടസ്സമായി വരും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു നോമിനിയുടെ ആവശ്യം നേരിടുന്നത്. ഇങ്ങനെയുള്ള നോമിനി ഒരാൾ മാത്രമാകണമെന്നില്ല, ഒന്നിലധികം പേരെ നിയോഗിക്കേണ്ടി വന്നേക്കാം. കാരണം ഒരാളെ മാത്രം നോമിനിയായി നിയമിച്ചാൽ അയാൾ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപേ മരണപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും എന്നൊരു പ്രശ്നം കടന്നു വരും. അതിനെ നേരിടാൻ ഇത്തരം സന്ദർഭമുണ്ടായാൽ ആരായിരിക്കും നോമിനി എന്ന് കൃത്യമായി പറയേണ്ടി വരും. അങ്ങനെ തുടർച്ചയായ അനുഭവാവകാശം പറഞ്ഞുകൊണ്ട് ജനിക്കാനിരിക്കുന്ന കുട്ടിയിലേക്ക് പ്രോപ്പർട്ടി കൈമാറാൻ കഴിയും. ഇതിനായി ജീവിച്ചിരിക്കുന്ന ആളുകളുടെ സഹായത്തോടെ മാത്രമേ കൈമാറ്റം സാധ്യമാകൂ എന്നു മാത്രം. എന്നാൽ ആ ചെയിൻ മുറിഞ്ഞു പോകുകയാണെങ്കിൽ ആ ഇഷ്ടദാനം അസാധുവായി പോകും. ഇങ്ങനെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിലേക്ക് പോകേണ്ട പ്രോപ്പർട്ടി കൈമാറാൻ സഹായിക്കുന്ന നോമിനികൾ ട്രസ്റ്റുകളെ പോലെയാണ് പ്രവർത്തിക്കേണ്ടത്. ഇങ്ങനെയുള്ള കൈമാറ്റത്തിന് സഹായിക്കുന്നവർ ട്രസ്റ്റ് പ്രോപ്പർട്ടി എന്ന പോലെ പ്രോപ്പർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന ബെനിഫിറ്റുകളെല്ലാം ജനിക്കാനിരിക്കുന്ന കുട്ടിയിലേക്ക് പോകുന്ന വിധത്തിലുള്ള ഒരു അനുഭവക്രമമാണ് ഇങ്ങനെയുള്ള ഇഷ്ടദാന ആധാരങ്ങളിൽ പറയേണ്ടത്. ഇങ്ങനെ ജനിപ്പിക്കുന്ന അവകാശങ്ങൾ ജനിക്കാനിരിക്കുന്ന കുട്ടി ജീവനോടെ ജനിച്ചാൽ മാത്രമേ പ്രാബല്യത്തിൽ വരൂ. അല്ലാത്തപക്ഷം ആ ഇഷ്ടദാന ആധാരം റദ്ദാകുകയും അതിലുൾപ്പെട്ട പ്രോപ്പർട്ടി യഥാർത്ഥ ഉടമയിലേക്ക് തിരികെ പോകുകയും ചെയ്യും. ജനിക്കാനിരിക്കുന്ന കുട്ടിയുടെ സിവിൽ അവകാശങ്ങൾ വിവരിക്കുന്ന പ്രധാനപ്പെട്ട കേസാണ് 2010 ഡൽഹി ഹൈക്കോടതിയിൽ വന്ന പ്രകാശ് വേഴ്സസ് അരുൺകുമാർ സൈനി കേസ്. ഈ കേസിൽ ജനിക്കാനിരിക്കുന്ന കുട്ടിക്ക് ലഭിക്കേണ്ട കോമ്പൻസേഷൻ ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ ജീവിച്ചിരിക്കുന്നവരെ പോലെ തന്നെ നാസിറ്ററസിന് കൺഫർ ആകുമെന്നും ജനനശേഷം അത് നേടിയെടുക്കാനാകുമെന്നും വ്യക്തമായി പറയുന്നുണ്ട്.
ഇപ്രകാരം കുട്ടികളുടെയോ ജനിക്കാനിരിക്കുന്ന കുട്ടികളുടെയോ അവകാശം നിലനിൽക്കുന്ന പ്രോപ്പർട്ടി നമ്മൾ വാങ്ങാനിടയായാൽ അത് ഭാവിയിൽ നിയമപ്രശ്നങ്ങളിലേക്ക് നയിക്കും. കുട്ടിക്ക് അല്ലെങ്കിൽ നാസിറ്ററസിന് ജനിച്ച് 18 വയസ്സ് ആയ ശേഷം ആ പ്രോപ്പർട്ടിയിൽ ക്ലെയിം ഉന്നയിക്കാനും പ്രോപ്പർട്ടി കൈവശപ്പെടുത്താനും കഴിയും. ഇവിടെ കുട്ടിക്ക് 18 വയസ്സ് തികയുകയും അവകാശത്തെക്കുറിച്ച് അറിവുണ്ടാവുകയും ചെയ്ത് 3 വർഷത്തിനുള്ളിൽ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കണം. എങ്കിൽ മാത്രമേ അവകാശം പുനഃസ്ഥാപിക്കാൻ കഴിയൂ. ഇനി നമ്മുടെ പേരിൽ ആരെങ്കിലും സ്വത്തെഴുതി വെച്ചിട്ടുണ്ടോ ആവോ? ചിലരെങ്കിലും വിചാരിക്കും ഇങ്ങനെ ജനിക്കാനിരിക്കുന്ന കുട്ടികൾക്ക് പ്രോപ്പർട്ടി എഴുതി വെക്കാമോ എന്നൊക്കെ. ഇനിയും ജനിച്ചിട്ടില്ലാത്ത കുഞ്ഞ് തന്നെ ഒരു ലീഗൽ ഫിക്ഷനാണ്. എന്നിരുന്നാലും അതിന് പിന്തുടർച്ച അവകാശം, വിൽപ്പത്ര പ്രകാരമുള്ള അവകാശം, ഗാർഡിയൻഷിപ്പ് അവകാശം, ജീവനാംശം ഒക്കെ നിയമം കൽപ്പിച്ച് നൽകുന്നുണ്ട്. പിതാവിൻ്റെ മരണസമയത്ത് അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞിന് അവകാശം കൈവരും. ജീവനോടെ ജനിക്കണമെന്നേ ഉള്ളൂ. പോസ്റ്റ്യൂമസ് എയർ എന്ന് പറയും. മിതാക്ഷര നിയമത്തിൽ ഹിന്ദു കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ ആൺകുഞ്ഞിന് മാത്രമായി ഈ അവകാശം പരിമിതപ്പെടുത്തിയിരുന്നു. 2005 അത് പെൺകുഞ്ഞുങ്ങൾക്കും കൂടി നൽകി തുടങ്ങി. അതാണ് ജന്മം റൈറ്റ്, കോപാസിനറി ജന്മം റൈറ്റ്. അതിനെക്കുറിച്ച് പ്രത്യേക വീഡിയോകൾ ലീഗൽ പ്രസത്തിൽ ചേർത്തിട്ടുണ്ട്. ലീഗൽ പ്രസത്തിലേക്ക് വരുന്ന ചോദ്യങ്ങളിൽ നിന്നാണ് ഇങ്ങനെ ഒരു വീഡിയോയുടെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയത്. ഇതെല്ലാം നിയമത്തിൻ്റെ പൊതുവായ പ്രവർത്തനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പ്രത്യേക സാഹചര്യങ്ങളിൽ വ്യത്യസ്ത രീതിയിലാകും നിയമം പ്രവർത്തിക്കുക. അത് വിശകലനം ചെയ്ത് നമ്മുടെ അവകാശങ്ങളും കടമകളും വ്യക്തമാക്കി തരാൻ ഒരു അഭിഭാഷകന് മാത്രമേ സാധിക്കൂ. താങ്ക് യു. ദിസ് ഈസ് ലീഗൽ പ്രസം, ലോ മേഡീസ്.